അതെന്താ അമ്മ പൂച്ച പാല് തരാത്തെ? നീ പാല് കുടിച്ചതല്ലോ. അമ്മ ഇപ്പൊ കാക്കയോ? എന്തോന്ന് ലച്ചു പിള്ളേർ ഇങ്ങനെ സംസാരിക്കണം. നിനക്ക് ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്ന് വരണം? ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രമോൽ എന്റെ പൊന്നോ നമ്മുടെ കല്ലുമോളെ കൊണ്ട് പാല് കുടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ലച്ചു പാടുപെടുന്ന നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു ഗ്ലാസ് പാലും കൊണ്ട് നമ്മുടെ ലച്ചു കല്ലുമോളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു 10,000 ചോദ്യമാട്ടോ നമ്മുടെ കല്ലുമോളുടെ വക ലച്ചുവിന് കിട്ടുന്നത്. അതായത് കാക്കക്ക് പാലില്ലേ, പൂച്ചക്ക് പാലുണ്ടോ, പട്ടിക്ക് പാലുണ്ടോ, ആനയ്ക്ക് ഇത്രയും വലിയ ആനയല്ലേ, അപ്പൊ ആനയ്ക്ക് എന്തോരം പാല് കൊടുക്കേണ്ടി വരും, ആനയ്ക്ക് പാലുണ്ടോ, എന്തൊക്കെ പല പല ചോദ്യങ്ങൾ. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ലച്ചു ഇങ്ങനെ അന്തം വിട്ട് വായം പൊളിച്ച് നിൽക്കും കേട്ടോ. നമ്മുടെ കല്ലൂനെ ആണെങ്കിൽ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി കൂടെ സിദ്ധുവും കൂടെ ഇല്ല. സിദ്ധു ആണെങ്കിൽ ഇപ്പൊ 3-ാമത്തെ ദിവസം കേട്ടോ നമ്മുടെ ഉപ്പും മുളകും എപ്പിസോഡിൽ ഇല്ലാത്തത്. ഇനി സിദ്ധു എന്ത് പറ്റി, സിദ്ധു ഇനി എപ്പോഴായിരിക്കും തിരികെ വരുന്നത്, ആ ചോദ്യങ്ങൾ വേറെ. അപ്പൊ നമ്മുടെ ലച്ചു ആണെങ്കിലും മൊത്തത്തില് പെട്ട് കഷ്ടപ്പെട്ട് തലകീറി എന്താ പറയാ അവശതയിട്ട് നിൽക്കുക കേട്ടോ. സിദ്ധുവും ഇല്ല, പോരാത്തിന് കല്ലുമോളുടെ ഈ വക ചോദ്യങ്ങളും. അപ്പൊ ലാസ്റ്റ് നമ്മുടെ ഗൗരി അമ്മായി വന്നിട്ട് ഇങ്ങനെ കല്ലുമോളെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. കല്ലുമോളുടെ ഈ ചോദ്യങ്ങൾ കേട്ടിട്ട് ലച്ചുവിനെ 2 വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാണ് ഈ കൊച്ചിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നില്ല? ലച്ചു ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല, മോള് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, മോള് പാല് കുടിച്ചാൽ മതി എന്ന് മാത്രം പറയുന്നുള്ളൂ. ഗൗരി അമ്മായി ഇത് കേട്ടപ്പാടെ അല്ലെ നീ ഒന്നും പറയണ്ട, ഞാൻ കൊച്ചിനെ കൊണ്ടേക്കോളാം എന്ന് പറഞ്ഞ് കല്ലുമോളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല നിനക്ക് ഈ ചോദ്യങ്ങളൊക്കെ എവിടെന്നാ കിട്ടുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കൂടെ പാറക്കുട്ടിയും ഉണ്ടാവട്ടെ. അപ്പൊ പാറക്കുട്ടിയും പറയുന്നുണ്ട്, അത് തന്നെ കല്ലു, നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ ചോദ്യങ്ങൾ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ സിദ്ധു അളിയൻ വന്നാലേ ഇനി നമ്മുടെ ലച്ചുവിന് വല്ല രക്ഷയുള്ളൂ. അത്രയും നാളും ഇതൊക്കെ തന്നെ ആയിരിക്കും പരിപാടി അല്ലേ? കാത്തിരിക്കട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.